ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ടോൾ തടഞ്ഞ നടപടി സെപ്റ്റംബർ 9 വരെ തുടരും. ഗതാഗത കുരുക്ക് കുറഞ്ഞുവെന്ന ദേശീയപാത അതോറിറ്റിയുടെ വാദം ഹൈക്കോടതി തള്ളി. NHAയ്ക്കെതിരെ മോണിറ്ററിംഗ് കമ്മിറ്റിയും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. വിഷ്ണു, വീണ്ടും ഈ ടോൾ പിരിവ് കൊണ്ടുവരാനൊരു നീക്കമായിരുന്നല്ലോ ഈ NHAയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? വിവരങ്ങൾ വിഷ്ണു. ഉന്മേഷ്, 4 ആഴ്ചത്തേക്കാണ് പാലിയേക്കര ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞത്. ഇത് ചോദ്യം ചെയ്ത് NHA സുപ്രീം കോടതിയിലും അതിനു പിന്നാലെ അവിടെ നിന്ന് തിരിച്ചടി ശേഷം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലൊക്കെ എത്തിയിരുന്നു. NHAയുടെ വാദം അവർ ഫോട്ടോ അടക്കം കാണിച്ചിരുന്നു. അവിടുത്തെ ഗതാഗത കുരുക്ക് കുറഞ്ഞിരിക്കുന്നു, അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, റോഡ് നവീകരണങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു എന്നായിരുന്നു NHAയുടെ വാദം. അതുകൊണ്ട് തന്നെ ടോൾ പിരിക്കാൻ അനുവദിക്കണം എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഹൈക്കോടതി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ജില്ലാ കളക്ടറും പോലീസ് സൂപ്രണ്ടും RTOയുമാണ് ആ കമ്മിറ്റിയിലുണ്ടായിരുന്നത്. അവരുടെ റിപ്പോർട്ട് NHAയ്ക്കെതിരെയായിരുന്നു. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ സർവീസ് റോഡുകളുടെ നവീകരണം എങ്ങും എത്തിയിട്ടില്ല, റോഡ് നിർമ്മാണം മന്ദഗതിയിലാണ് പോകുന്നത്, വാഹനങ്ങൾ മറ്റുവഴിയിലൂടെ തിരിച്ചുവിടുന്നത് കൊണ്ടാണ് ട്രാഫിക് ജാമിന് ഏതെങ്കിലും തരത്തിൽ ശമനമുള്ളത്, അല്ലാതെ NHAയുടെ ഇടപെടലോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളോ കാര്യക്ഷമമായി നടക്കുന്നില്ല, അതല്ല ഈ ഗതാഗത കുരുക്ക് കുറയാൻ കാരണമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ച. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടോള് തടഞ്ഞത്. അത് സെപ്റ്റംബർ 9 വരെ നീട്ടിയത്. പാലിയേക്കര ടോള് നീട്ടുന്നത് അത് NHAയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അതിൽ നിന്ന് മുക്തരാകാനുള്ള പല ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കേസ് വെക്കേഷന് ശേഷം വീണ്ടും പരിഗണിക്കും. ഉന്മേഷം. ശരി വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.